ഒരു ജോഡി ഓവറീസുകളാണ് ഫീമെയിൽസിൽ കാണപ്പെടുന്നത്. ഈ ഓവറീസിൽ നിന്നാണ് എഗ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇത് കൂടാതെ ധാരാളം ഒവേറിയൻ ഹോർമോൺസുകളെയും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഓവറീസിന്റെ ഫംഗ്ഷൻ എന്താണ്? ഓവറീസ് ആർ ദ പ്രൈമറി സെക്സ് ഓർഗൻസ് ദ പ്രൊഡ്യൂസ് ഫീമെയിൽ ഗാമേറ്റ്, എഗ് ഓർ ഓവം, ആൻഡ് ഓൾസോ പ്രൊഡ്യൂസ് സെവറൽ ഒവേറിയൻ ഹോർമോൺസ്. അപ്പോൾ ഒവേറിയൻ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം ഓവിഡക്റ്റിലേക്കാണ് ഇത് തുറക്കപ്പെടുന്നത്. അപ്പൊ ഓവിഡക്റ്റ് എന്ന് പറയുന്ന എ പെയർ ഓഫ് ഓവിഡക്റ്റുകളുണ്ട്. ഈ ഓവിഡക്റ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫലോപ്പിയൻ ട്യൂബ്സ് എന്ന് പറയുന്നത്. ഈ ഫലോപ്പിയൻ ട്യൂബ്സിനെ വീണ്ടും നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഓവിഡക്റ്റിൽ നിന്ന് ഇത് യൂട്രസിലേക്കാണ് വന്ന് ജോയിൻ ചെയ്യുന്നത്. യൂട്രസിൽ നിന്ന് പിന്നീട് വജൈനയിലേക്ക് തുറക്കപ്പെടുന്നു. അപ്പൊ വജൈനയിലേക്ക് തുറക്കുന്ന ആ നാരോ ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണ് സെർവിക്സ് എന്ന് പറയുന്നത്. ഒരു സെർവിക്കൽ കനാൽ വഴിയാണിത് പുറത്തേക്ക് തുറക്കപ്പെടുന്നത്. വജൈനയിൽ നിന്ന് പിന്നീട് എക്സ്റ്റേണൽ ജെനിറ്റാലിയിലേക്ക് ഓപ്പൺ ചെയ്യപ്പെടുന്നു. നമുക്കിനി ഓരോ ഭാഗങ്ങളുടെയും സ്ട്രക്ചറുകളും അവരുടെ ഫംഗ്ഷനുകളും നോക്കാം. ഫസ്റ്റ് വൺ ഓവറി. അപ്പൊ ഓവറിയുടെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. ഓവറിയാണ് പ്രൈമറി സെക്സ് ഓർഗൻ അല്ലെങ്കിൽ എഗ്ഗിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന എഗ്ഗിനെ അല്ലെങ്കിൽ ഓവത്തിനെ പിന്നീട് ഫലോപ്പിയൻ ട്യൂബിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ ഒരു ഓവറി എന്ന് പറയുന്നതിന്റെ സൈസ് ഏകദേശം 2 to 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ അബ്ഡോമൻ റീജിയനിലായിട്ടാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. കൂടാതെ ഇതിനെ യൂട്രസിന്റെ വോളിലേക്കും അതുപോലെ തന്നെ പെൽവിക് വോളിലേക്കും അറ്റാച്ച് ചെയ്ത് നിർത്തുന്നത് ലിഗമെന്റ്സ് വഴിയാണ്. അപ്പോൾ ഉണ്ടാകുന്ന എഗ്ഗിനെ, ഓവറീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്ഗിനെ ഓവിഡക്റ്റിലേക്ക് സ്വീകരിക്കുന്ന ഫസ്റ്റ് പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഫണ്ടിബുലം എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫണ്ടിബുലത്തിന്റെ എഡ്ജസ് ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെ വിളിക്കുന്ന പേരാണ് ഫിംബ്രിയെ എന്ന് പറയുന്നത്. അപ്പൊ എഡ്ജസ് ഓഫ് ദ ഇൻഫണ്ടിബുലം പോസസ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫിംബ്രിയെ എന്ന് പറയുന്നത്. അപ്പൊ ഫിംബ്രിയയിൽ നിന്ന് പിന്നീട് ഓവിഡക്റ്റിന്റെ വൈഡർ ആയിട്ടുള്ള പോർഷനിലേക്ക് അതിനെ ആംപ്യുല എന്നും അതിനുശേഷമുള്ള ലാസ്റ്റ് പോർഷനെ നാരോ ആയിട്ടുള്ളതിനെ ഇസ്മസ് എന്നാണ് വിളിക്കുന്നത്. ഈ ആംബ്യുലയുടെയും ഇസ്മസിന്റെയും ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സിന്റെ പ്രോസസ്സ്, അതിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അത് നടക്കുന്നത് ആംബുലറി ഇസ്മിക് ജംഗ്ഷനിൽ വെച്ചിട്ടാണ്. അതിനുശേഷം പിന്നീട് ഇത് നേരെ യൂട്രസിലേക്കാണ് തുറക്കപ്പെടുന്നത്. അപ്പൊ യൂട്രസ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് 3 ടൈപ്പ് ടിഷ്യൂസുകൾ കൊണ്ടാണ്. ഔട്ടർ ആയിട്ടുള്ളതിനെ പെരിമെട്രിയം, മിഡിൽ ആയിട്ടുള്ളതിനെ മയോമെട്രിയം എന്നും ഇന്നർ ലെയറിനെ എൻഡോമെട്രിയം എന്നാണ് വിളിക്കുന്നത്. ഈ പെരിമെട്രിയം തിൻ മെംബ്രെയിൻ ആണ്. മയോമെട്രിയം ഉണ്ടാക്കിയിരിക്കുന്നത് സ്മൂത്ത് മസിൽസുകൾ കൊണ്ടാണ്. ഈ സ്മൂത്ത് മസിൽസുകളാണ് ഡെലിവറിയുടെ സമയത്ത് ഇത് യൂട്രസിന്റെ കോൺട്രാക്ഷനൊക്കെ സഹായിക്കുന്നത്. ദെൻ എൻഡോമെട്രിയം ടിഷ്യൂസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാല് എൻഡോമെട്രിയം ആണ് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ കുഞ്ഞ് വന്ന് ഇംപ്ലാന്റ് ചെയ്യുന്ന ഒരു പ്രോസസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുഷ്യൻ ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് അതിന് വേണ്ട ബ്ലഡ് സർക്കുലേഷനും എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന യൂട്രസിന്റെ ഭാഗമാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. അത് കൂടാതെ ഫെർട്ടിലൈസേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഫീമെയിൽസിൽ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പൊ ആ മെൻസ്ട്രൽ സൈക്കിളിന് വിധേയമാകുന്ന ഭാഗമാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് ഈ യൂട്രസിൽ നിന്ന് ഇത് നേരെ ഒരു സർവിക്സ് വഴി വജൈനയിലേക്കാണ് തുറക്കപ്പെടുന്നത്. വജൈനയിൽ നിന്ന് പിന്നീട് എക്സ്റ്റേണൽ ജെനിറ്റാലിയയിലേക്ക് തുറക്കുന്നു. ഈ വജൈനയിൽ നിന്ന് പിന്നീട് ഒരു ബർത്ത് കനാലായിട്ട് സെർവിക്കൽ കനാൽ അലോങ് വിത്ത് ദിസ് വജൈന ഫോംസ് ബർത്ത് കനാൽ. ഓക്കെ, സെർവിക്കൽ കനാൽ അലോങ് വിത്ത് ദിസ് വജൈന ഫോംസ് ബർത്ത് കനാൽ.